ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമായിരിക്കട്ടെ. അപ്പോൾ കുറേ വീഡിയോ ഇട്ടിട്ട് കുറേ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഒരു 2-3 ദിവസം മുമ്പെയാണ് ഒരു വീഡിയോ ഇടുന്നത്, ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട്. അതിന് ശേഷം കടീത്തെ വീഡിയോ ആണെങ്കിലും പെരുന്നാളിന് മുമ്പ് വരെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ പെരുന്നാളിന് ശേഷം വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഉമ്മമാരുടെ കാര്യങ്ങൾ നിലവിൽ അറിയിച്ചു. സുഖമല്ല. എന്താണ് ഡയഗ്നോസ് എന്ന് ഞാൻ പറഞ്ഞില്ല, ഏകദേശം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നെ എനിക്കൊരുപാട് കോളുകളും കടൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കട തുറന്നിട്ട് കുറേ ദിവസമായി. കാരണം സാഹചര്യം അതുപോലെ അല്ല ആയിരുന്നു. അതുപോലെ തന്നെ കടീത്തെ വീഡിയോസ് ആണെങ്കിലും കുറേ ആയി ഇട്ടിട്ട്. പിന്നെ അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഡ്രസ്സുകളിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, അതിൻ്റെ മറുപടി 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇൻഷാ അല്ലാ. അങ്ങനെ ആളുകൾക്കാണ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇൻഷാ അല്ലാ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അതിന് മുമ്പേ എനിക്കൊരുപാട് എനിക്ക് അത്ര ഇഷ്ടപ്പെടും, എന്നെ നല്ല നമ്മളെ കുടുംബത്തെ അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതെനിക്കെന്നും മനസ്സിലായ കാര്യമാണ് അത്. അപ്പോൾ അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഉമ്മമാക്ക് എന്താണ്, ഉമ്മമാക്ക് എങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഒരുപാട് ബന്ധുക്കൾ വിളിക്കാനോ അവർക്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മാടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് ഇപ്പോൾ കാലിന് നീര് വന്നിട്ടുണ്ട്. അതായത് കുറഞ്ഞു വരുന്നുള്ളൂ, ചെറുതായിട്ട് നടക്കാനുള്ളൂ. പക്ഷെ ഉമ്മമാരുടെ ഈ സാഹചര്യത്തിൽ ഉമ്മ നടക്കുന്നുണ്ട്. കാരണം നല്ല ഉമ്മ അപ്പം നമ്മളിപ്പോൾ എത്ര വയ്യെങ്കിലും അവനവൻ്റെ അമ്മമാർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസമാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഉമ്മയുടെ അവിടെ ഇരിക്കാൻ പറഞ്ഞാലും ഉമ്മ കേൾക്കൂല. അപ്പോൾ നിലവിൽ ഉമ്മമാൻ്റെ അസുഖം ഡയഗ്നോസ് ആയിട്ടുണ്ട്. കാരണം ഒരുപാടായി. നമ്മൾ ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ ജെസ്സിയുടെ അതേ അസുഖം തന്നെയാണ്. അത് വയറ്റിലാണ്, ലിവറിലും പിത്തസഞ്ചിയിലും ബാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കിഡ്നിയുടെ മുകൾ ഭാഗത്തൊക്കെ നല്ല ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 4th സ്റ്റേജാണ്. സ്റ്റേജ് കണക്കാക്കുന്നത് അത്രയും സ്പ്രെഡ് ആകുമ്പോഴാണ്. അപ്പോൾ അത്രത്തോളം സ്പ്രെഡായിട്ടുണ്ട്. ഏകദേശം 90 വയസ്സിൻ്റെ മുകളിലുണ്ട് മമ്മക്ക് പ്രായം. പിന്നെ അതുമാത്രമല്ല അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടും കൂടുതലായതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും നമുക്കിനി ചെയ്യാനില്ല. ആ അസുഖത്തിന് ഇനി ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാനില്ല. മമ്മക്ക് വേദനക്കും ബുദ്ധിമുട്ടിനൊക്കെ സപ്പോർട്ടീവ് മെഡിസിൻസ് കൊടുക്കാനുള്ളൂ നമുക്ക് കഴിയുക. നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മമ്മക്ക് ഇടയ്ക്ക് ഓർമ്മക്കുറവ് വരുന്നുണ്ട്. ഇടയ്ക്കല്ല, ഇപ്പോൾ ഓർമ്മക്കുറവാണ്. ആരും മനസ്സിലാവണം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ആളുകൾ ചോദിക്കും, ഇങ്ങനത്തെ ഈ സാഹചര്യത്തിൽ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന അത്രയും ആൾക്കാരെ പ്രാർത്ഥന കൊണ്ട് പടച്ചോൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറ്റാൻ, കാരണം എല്ലാം മാറ്റാൻ കഴിയുന്നതിന് പടച്ചോനാണത്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. പിന്നെ അത്രയും ആളുകൾ നമുക്ക് വിളിക്കുന്നത്, നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവരോടൊക്കെ പറഞ്ഞു ഉമ്മമാക്ക് വയ്യ, അപ്പോൾ അതുകൊണ്ടാണ് കട തുറക്കാത്തത്. പിന്നെ അത് മാത്രമല്ല ഉമ്മമാക്ക് എന്താണ് എങ്ങനെയാണ്, ഷോപ്പിലേക്ക് മാത്രമല്ല അല്ലാതെ വിളിക്കുന്നവരുണ്ട്, അത്രയും സ്നേഹിക്കുന്നവരുണ്ട്. ഉമ്മമാക്ക് ദിവസം ചോദിക്കുന്നവരുണ്ട്, എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്. അപ്പോൾ നിലവിൽ വീട്ടിലാണ്. നമുക്ക് സപ്പോർട്ടീവ് മെഡിസിൻസ് അല്ലാണ്ട് വേറെ ഒന്നും ഇനി ചെയ്യാനില്ല. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തിയ എല്ലാവരും അമ്മമാക്ക് വേണ്ടി. കാരണം അമ്മമാക്ക് ചെറിയ, ഇപ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് ബുദ്ധിമുട്ട്. വയറിൻ്റെ ഉള്ളിൽ കുടുംബത്തിന് വേദനയായിരുന്നു, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഛർദിയായിരുന്നു, അങ്ങനത്തെ പ്രയാസം, ഭയങ്കര പ്രയാസത്തിലായിരുന്നില്ല അമ്മ. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ കൊണ്ടുപോയി സ്കാനിങ്ങും CT സ്കാനിങ് കഴിഞ്ഞ്, സാധാ അൾട്ര കഴിഞ്ഞു. പിന്നെ CT സ്കാനിങ്ങിനാണ് കറക്റ്റ് ഡയഗ്നോസ് പറഞ്ഞത്. ആദ്യം തന്നെ ഏകദേശം എനിക്ക് ചെറുതായിട്ട് അറിഞ്ഞിരുന്നു, പിന്നെ അത് കൺഫേം ആയി. എന്തായാലും പഠിച്ചോനല്ലേ വലിയവൻ. നമുക്ക് ഇതേപോലെ തന്നെ പ്രതിസന്ധിയിൽ തന്നെയാണ് നമ്മൾ. കാരണം അവളെ കേസാണെങ്കിൽ അപ്പോൾ നമുക്ക് ഉമ്മമാടതാണെങ്കിലും ഒക്കെ ഈ അസുഖം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇടങ്ങേറ് മനസ്സിക്ക്. എന്താപ്പോൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തി. അമ്മമാർക്ക് ചെറിയൊരു വയറുവേദന വന്നതാണ്. അപ്പോൾ വയറുമൊന്നും തൊടാനേ പറ്റുന്നില്ല. നല്ല ലേശി കാണിക്കുന്നുണ്ട്. അത്രയും നല്ല വലുപ്പത്തിലാണ് താനുള്ളത്, മഴ പോലെ. അപ്പോൾ അത് നല്ല ബാധിച്ചിട്ടുണ്ട് എല്ലായിടത്തും കൂടി. അതുകൊണ്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഓർമ്മ ഇടയ്ക്ക് പോകും, കാരണം പഴയ ഓർമ്മകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതേ പ്രശ്നം ജെസ്സിക്കുണ്ടാകുന്നു, ഈ ബ്ലഡ് സർക്കുലേഷൻ, അതായത് സോഡിയം എന്നൊക്കെ ചിലർ പറയുന്നത്, സോഡിയം കൊണ്ട്. അത് മാത്രമല്ല ഈ അസുഖത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ജെസ്സിയും കാണിച്ചിരുന്നു ഇതേ ബുദ്ധിമുട്ടുകൾ. അതായത് നമുക്ക് പെട്ടെന്ന് ആളെ മറക്കുക, ഓർമ്മയില്ലായി, അങ്ങനത്തെ
നീച്ച് നടക്കിയ പോവാ, എനിക്ക് അവൾക്ക് പോകണം. അമ്മമ്മക്ക് തീരെ വയ്യ, നീച്ച് പിടിക്കണി 2-3 ആളുമാണ്. പക്ഷെ ചില നേരത്ത് അമ്മമ്മ ഒറ്റക്ക് തന്നെ നീക്കുകയാണ്. അത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ആദ്യം തന്നെ വന്നത്. പക്ഷെ നമ്മൾ ഇനിയും നമുക്ക് തന്നെ ഇത് ഇങ്ങനെ നമ്മളെ ആൾക്കാർക്ക് തന്നെ വരുന്നോ, അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ഒരിക്കലും ഒരാൾക്കും വരരുതെന്നുള്ളൂ നമ്മൾ ആഗ്രഹിക്കുക. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഭയങ്കര വേദനയാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഇതാണ് മമ്മാരെ പ്രശ്നം. നമുക്കിത് പറയാൻ ഭയങ്കര ഇറങ്ങാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മളെ ആൾക്കാർ ചോദിക്കുമ്പോൾ കളവ് പറയാൻ എനിക്കറിയില്ല, നമ്മളതായിട്ടില്ല. അപ്പോൾ അതേ അസുഖം തന്നെ അമ്മമാർക്കും വന്നിരിക്കുന്നത്. വയറിനെ ബാധിച്ചിരിക്കുന്നത്. ചികിത്സ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചികിത്സ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഇനി ചെയ്യാൻ കഴിയില്ല. ഇത്രയും വയസ്സായിട്ട് 90 സംതിങ് വയസ്സായി. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഇത് വരുമ്പോൾ പിന്നെ അത് മാത്രമല്ല, മെയിനായിട്ട് എല്ലായിടത്തും കൂടി സ്പ്രെഡ് ആയിക്കണം. ഒരു ഭാഗത്താണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും. അതിനിപ്പോൾ എന്തെങ്കിലും ആയാലും നമ്മൾ മാക്സിമം പൊരുതും. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് പറ്റുന്നില്ല. കാരണം ഏജിൻ്റെ മാത്രമല്ല, അത് ഒരു സൈഡിൽ വലിയ പ്രശ്നം, വലിയൊരു ഫാക്ടറാണ്. പക്ഷെ അതിൻ്റെ മറുവശത്ത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിട്ടുണ്ട്. അപ്പം നമുക്കിനി അപ്പോൾ ഒന്നും ചെയ്യാനില്ല. അസുഖത്തിൻ്റെ പേര് നമുക്ക് സപ്പോർട്ടീവ് മെഡിസിൻസ്, അതായത് ഛർദിക്ക്, വേദനക്ക്, ഗ്യാസിന്, അങ്ങനത്തെ മെഡിസിൻസുകൾ കൊടുക്കാൻ കഴിയുക. പിന്നെ അമ്മമാർക്ക് നീച്ച് നടക്കാനേ കഴിയാത്ത സിക്കാണ് പേഷ്യൻ്റ്, നീച്ച് നടക്കാനേ കഴിയില്ല. അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് കീമോ പോലത്തെ സംഭവം ഒന്നും കൊടുക്കാനേ കഴിയില്ല. അത് മാത്രമല്ല, അമ്മമാർക്ക് മെഡിസിൻസാണ്, വേറെ ഏത് ഇതാണല്ലോ ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഫുള്ള് നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ അല്ല, അടിപൊളി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കണം, നല്ല ഹോസ്പിറ്റലിലാണ്. പക്ഷെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? അപ്പോൾ എല്ലാവരും എൻ്റെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. പടച്ചോന് ബുദ്ധിമുട്ടൊന്നും ആക്കാതിരിക്കട്ടെ. അല്ല, അമ്മമ്മയുടെ ഹൈർ എന്താണോ അത് നല്ലതാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. അതുപോലെ നിങ്ങളെല്ലാവരും എൻ്റെ അമ്മമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തായാലും പടച്ചോൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ആക്കി കൊടുക്കട്ടെ. കാരണം വേദന സഹിക്കാൻ എന്ന് ഭയങ്കര. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയില്ല. നമ്മൾ പറയണ്ടെന്ന് പക്ഷേ നമ്മൾ അത്രയും കൂടെ നിൽക്കുന്നവർ, നിങ്ങളൊക്കെ പ്രാർത്ഥന പടച്ചോൻ കേട്ട്, ആരെങ്കിലും ഒരാളെ പ്രാർത്ഥന കേട്ടാൽ മതിയല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. കാരണം നമുക്ക് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നു എന്താണ് നമ്മൾ ഇത് മറച്ചിട്ട് പിന്നെ എന്തിനാ. അപ്പോൾ അതാണ് ഇതിൽ പറയാൻ കാരണം. ഭയങ്കര ഇടങ്ങാറുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ എല്ലാവരും ഉണ്ട് ഇവിടെ, എപ്പോഴും ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആളുകളുണ്ട്. എന്താണ് ഇൻഷാ അല്ലാ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് മാത്രമുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്തായാലും പടച്ചോന് നമ്മളെ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കട്ടെ. നിങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തുക. ഭയങ്കര ഇടങ്ങേറിലാണ്, ഇടങ്ങേറ് സാഹചര്യത്തിലാണ്. ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.